പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആയിരിക്കുന്ന പോലെ തന്നെ നമുക്ക് മൂന്ന് പാർട്ടുണ്ട് അല്ലേ? വചനം തന്നെ വ്യക്തമായിട്ട് പല ഭാഗങ്ങളിൽ പന്ത്രണ്ട് തെസ്സലോനിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ ആത്മാവും ദേഹിയും ശരീരവും യേശുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടേണ്ടിയിരിക്കുന്നു. അതായത് നമുക്ക് ഈ പുറമേ കാണുന്ന നമ്മുടെ ശരീരം എന്ന് പറയുന്നത്, ഈ ബോഡി എന്ന് പറയുന്നത് ദൈവം മണ്ണിൽ നിന്ന് മണ്ണുകൊണ്ട് മെനഞ്ഞതാ. അതുകൊണ്ടാണ് ഈ ബോഡി എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ടതാ, ക്രിയേറ്റഡ് ആണ്. ഇത് ക്രിയേറ്റഡ് ആണെന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മണ്ണിൽ, ഈ ഭൂമിയിൽ ഇടപെടുവാനായിട്ട് ദൈവം ക്രിയേറ്റ് ചെയ്തതാണ് ഈ ശരീരത്തെ. ഈ ശരീരത്തിന്റെ മോളിക്യുലർ സ്ട്രക്ചറും ഈ മരങ്ങളുടെ മോളിക്യുലർ സ്ട്രക്ചറും എല്ലാം ഒന്നാണ്. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ സഭാപ്രസംഗി 12:7 തോന്നുന്നു ഇപ്രകാരം പറയുന്നുണ്ട്, ജഡം മണ്ണോട് ചേരുമ്പോൾ ആത്മാവ് അതിനെ സൃഷ്ടിച്ചവന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്നു. മനുഷ്യൻ സൃഷ്ടി ഉണ്ടായത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തെ കൂടാതെ ഒരു സൃഷ്ടിയും ഉണ്ടാകത്തില്ല എന്ന് നമ്മൾ വ്യക്തമായിട്ട് കാണാനിടയായി. അപ്പം ഈ ശരീരം എന്ന് പറയുന്നത് പോലും വളരെ അത്ഭുതകരമായി സൃഷ്ടിച്ചിരിക്കുന്ന ഒന്നാണ്. ഇന്ന് പോലും സയൻസിന് മുഴുവനായിട്ടും ഇതിനെ മനസ്സിലാക്കാനോ ഇതിനെ റീക്രിയേറ്റ് ചെയ്യാനോ ഒക്കെ ശ്രമിച്ചിട്ടും ഒന്നും സാധിച്ചിട്ടില്ല.